ഹലോ, എല്ലാവർക്കും സിതേ കംപ്ലീവേഴ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈയുടെ ഡ്രൈനെസ് ഒക്കെ വരുമ്പോൾ പുരട്ടാനുള്ള ഒരു ഓയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൊരിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, കയ്യിൽ മൊരി അങ്ങനെയൊക്കെ വരത്തില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ എത്ര ക്രീം ഇട്ടെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് അതൊരു എന്താ പറയണത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും. അതപ്പോൾ നമുക്ക് അത് ആ മൊരിച്ചിൽ മാറണ വരക്കും അത് ഡെയിലി 2 നേരമൊക്കെ നമുക്കത് ഇട്ട് നോക്കാം. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാകാൻ കാണിക്കുന്നത്. അപ്പം നല്ലൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ വീട്ടിലെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിന്ന് നമ്മളത് കൈയുടെ മൊരിച്ചിൽ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബൗളിലോട്ട് നമുക്ക് കുറച്ച് ഗ്ലിസറിനാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്കിത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 1 സ്പൂണാണ് എടുക്കണമെങ്കിൽ 2 സ്പൂൺ അതിന് മേളിൽ നമുക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൈയുടെ മൊരിച്ചിലൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു റെമഡിയാണ് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി. പിന്നെ നമുക്ക് ഒരു 2 തുള്ളി ബദാം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. 2-3 ഡ്രോപ്സ് മതി, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ആ മൊരിച്ചിലും നമ്മുടെ ഡ്രൈനെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നമ്മളെന്താ പറയണത്, ഒരു ഓയിലുണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ക്രീമല്ല, നമ്മളൊരു ഓയിലായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ കുറച്ച് ഒഴിച്ചിട്ട് അതിലോട്ട്, അപ്പോൾ ഗ്ലിസറിൻ ഒരു 1/4 ടീസ്പൂൺ ആണെങ്കിൽ 2 സ്പൂൺ റോസ് വാട്ടർ നമ്മളതിൽ ഒഴിച്ചെടുക്കണം. എന്നിട്ട് 2 തുള്ളി ബദാം ഓയിലും. അപ്പോൾ നല്ലൊരു സ്മെല്ലുമാണ്. എന്നിട്ട് നമുക്ക് ഈ മൊരിച്ചിലൊക്കെ പോലെ കയ്യിലുണ്ടാവില്ലേ, എന്താ പറയണത്, ഈ ഇങ്ങനെ ഒരു മാരി മീൻ്റെ ചതമ്പൽ പോലെയൊക്കെ കാണത്തില്ലേ, അങ്ങനെയൊക്കെ പിന്നെ ഉണ്ടാകുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നല്ലൊരു എന്താ പറയണ, നല്ല ഗ്ലേസിങ് ആയിരിക്കും കൈക്കട്ടോ. നല്ലൊരു ഗ്ലേസിങ്ങും നല്ല സ്മെല്ലുമാണ്. നമ്മൾ 2 തുള്ളി ഈ ബദാം ഓയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബദാം ഓയിൽ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് പുരട്ടരുത്. അപ്പം നമ്മൾ ബദാം ഓയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നോക്കിക്കുക നിങ്ങൾ, നല്ല റിസൾട്ടാണ് നമുക്ക്. അതായത് കൈ ഭയങ്കര, നമ്മളിപ്പോൾ ക്രീമൊക്കെ പുരട്ടണേക്കാട്ടും വരി നമുക്ക് നല്ലൊരു ഓയിലാവാനായിട്ട് നമ്മുടെ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഇതാണ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് കൈക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്രീം ഇട്ടാൽ പോലും നമുക്ക് ഇത്രയും ഇതുണ്ടാവില്ല. അത്രയും നല്ലൊരു കൈ, അത്ര സോഫ്റ്റാണ് നമ്മുടെ ഇതിട്ട് വെച്ചിട്ട്. അപ്പം പോരാത്തതിന് നല്ലൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതപ്പോൾ നമുക്ക് 3 ഇൻഗ്രീഡിയൻറ്റ് മതി, നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. പിന്നെ ഇപ്പോൾ ഈ മൊരിച്ചിലും ഡ്രൈനെസ്സൊക്കെ ആയിട്ട് കുറേ പേർക്ക് എന്തെന്നാ അതിന് പറയണം, മൊരിയോ അങ്ങനെ പറയത്തില്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ കൈ നമ്മൾ എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു 10 മിനിറ്റ് നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അതുപോലെ ഡ്രൈനെസ് ആയിരിക്കും. അപ്പോൾ ഈ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കണ്ട, ഇപ്പോൾ കൈ തന്നെ നല്ല ഒരു എന്താ പറയണ, നല്ല ഭയങ്കര സോഫ്റ്റായി കൈ ശരിക്കും പറഞ്ഞാൽ. അത്രയ്ക്ക് ഇതാണ് നമുക്ക്
ഈ ഓയിലിട്ട് കഴിഞ്ഞാൽ. അപ്പം ഇത് എല്ലാവർക്കും എന്താ പറയുക, എളുപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരിതാണ് നമ്മുടെ ഈ റോസ് വാട്ടറും ഗ്ലിസറും കൊണ്ടുള്ള ഈ ഓയിൽ. അപ്പം ബദാം ഓയിൽ ഇല്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഇത് രണ്ടും മതി. പിന്നെ നമുക്ക് ഒരു നല്ല സ്മെല്ലും കൂടി ഉണ്ടാവണമെങ്കിൽ ബദാം ഓയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പുരട്ടി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് ഇപ്പോൾ രാത്രി കിടക്കാൻ നേരത്തും പുരട്ടി കൊടുക്കുക. അപ്പോൾ ആ ചെറിയൊരു വെള്ളമയത്തോടു കൂടി തന്നെ ഇത് പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ്. പിന്നെ അത് തന്നെ നമുക്ക് ക്രീമൊക്കെ ഇടുമ്പോൾ നല്ല മണമല്ലേ നമുക്ക്. അപ്പം ഈ ബദാം ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും. അപ്പം ഞാൻ ദേ ഈ കുപ്പിയിൽ ഇത് ഒഴിച്ച് വെക്കാൻ പോവാണേ. ഇത് നമ്മൾ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും ഒന്നും നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിയെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുപ്പി ഇതുണ്ടാക്കി വെക്കാം. അപ്പോൾ നല്ലൊരിതാണ്. ഈ ഡ്രൈനെസ്സൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് അത് പോകുന്നില്ല. ഈ മൊരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉണക്കായി, അതായത് ഈ ക്രീമൊക്കെ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്കത് വരണ്ട് വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ വരത്തില്ല. അതപ്പോൾ ഇത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളതൊരു മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 2 ഓയിൽ ഒഴിക്കും. വെജിറ്റബിൾ ഓയിൽ ഒഴിക്കും, നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട്, അപ്പം ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് നിന്ന് മസാല ദോശ വെച്ചപ്പം അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരാ പറഞ്ഞ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് ഇതിൽ നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയൊന്നും ഇടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇത് ചെറിയ തീയിൽ നമ്മുടെ സ്റ്റീലിൻ്റെ കയ്യിലേക്ക് ഇട്ട അപ്പം ഇത് ഒന്ന് ഒരുമിച്ച് നമ്മൾ കുക്കറിൽ ഇടണമെന്നുണ്ടെങ്കിൽ സവാള അങ്ങോട്ട് വെന്ത് വല്ലാണ്ടായിപ്പോവും. ഇത് 2 വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേ. രണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി,
ഇതെല്ലാം കൂടി ഒന്ന്, അപ്പം ഇത് കണ്ടമാനം വേഗവും വേണ്ടട്ടെ സവാള അങ്ങോട്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങൊക്കെ എടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് വേടണമെന്നില്ല, പക്ഷെ ഞാൻ ചുമ്മാ കുറച്ച് ക്യാരറ്റും കൂടി എടുത്തെന്ന് മാത്രം. എല്ലാ ദിവസവും ഇഡലിയാണ്. അപ്പം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് മസാല ഒക്കെ ആക്കിയിടാം. ഇനി നമുക്ക് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ആവശ്യമുള്ള ഉപ്പ്. നമുക്ക് ഉപ്പ് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളം അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ സവാളയും കൂടി ഒന്ന് വേകുവേ. അതാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ജോലിയൊക്കെ ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിത്തിരി താമസിച്ചും പോയിട്ടാണ്. അപ്പോൾ ഇന്ന് കുളി കഴിഞ്ഞിട്ട് മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ചെറിയ തീയിലൊന്നും ഇരിക്കട്ടെ. അതേ നമ്മുടെ മാവൊക്കെ നിറഞ്ഞ് തുളുമ്പിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതായാൽ തന്നെ നമുക്കറിയാമല്ലേ നമ്മുടെ ദോശയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാമേ. അപ്പോൾ നമുക്ക് വേറൊരു സൈസ് ഉണ്ടാക്കാം. തട്ടുകടയിൽ അവർ ചെയ്യണ കണ്ടിട്ടില്ലേ ഇങ്ങനെ. അപ്പോൾ ഇതാകുമ്പോൾ ശരിക്ക് പരന്നു വരും. കൊള്ളാല്ലേ? നമുക്കിങ്ങനെ ചെയ്യാം.
നമ്മൾ പുളിക്കറയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ. നമുക്ക് അതിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കണം, നല്ലൊരു ടേസ്റ്റ് ആട്ടാ. ഞാൻ നേരത്തെ ഇഞ്ചി ഇട്ട് കൊടുക്കില്ലായിരുന്നേ, ഇട്ട് കൊടുത്തപ്പോഴാണ് മനസ്സിലായത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളന്ന് പോണ്ടിച്ചേരിക്ക് പോയപ്പോഴേ അവിടെ വെച്ച് മസാല ദോശ കഴിച്ച്. അവിടെ വെച്ച് ഞങ്ങൾ ഇത് ബസ്സിനെ വന്നതല്ലോ, ട്രാവൽസിന് ഇങ്ങോട്ട് പോന്നിട്ട്. അപ്പോൾ പോന്ന വഴിക്ക് ഞങ്ങളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറക്കി. പാലക്കാടാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണെന്നറിയാമോ. നമ്മളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു രസം വരത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ എന്താ അറിയാമോ, നമുക്ക് നല്ല ആയിട്ടത് പരന്ന് വരുന്നുണ്ട. നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ അത്ര സുഖമായിട്ട് വരത്തില്ല. നല്ല മഴക്കാറാണ്. മഴ പെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ പരത്തുമ്പോഴെന്താ പറയുക, പെട്ടെന്ന് നമുക്കങ്ങ് പോകുന്നും കിട്ടുമേ, നന്നായിട്ട് പോരും. നമ്മുടെ മസാല ദോശ ചേട്ടനെല്ലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോവാണേ. ഇതേ ഞാനിപ്പം തന്നെ എന്താ കഴിക്കണേന്ന് അറിയോ, ചൂട് പോയി കഴിഞ്ഞാൽ രസമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുക. ആ ടേസ്റ്റ് തന്നെ ഉണ്ടല്ലോ അവിടുത്തെ. അതെന്താ അറിയോ, ഇഞ്ചിയില്ലേ, ഇഞ്ചി അങ്ങനെ അരിഞ്ഞിടണമെന്ന് പറയണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഒരു തോരൻ ഉണ്ടാക്കണം. അപ്പം ഞാൻ ചേട്ടൻ പോകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. സാധാരണ ഞാൻ പയ്യെ കഴിക്കാറ്, എന്നുവെച്ചാൽ അവരൊക്കെ ധൃതി പിടിച്ചൊക്കെ കഴിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ
ഇതേ മസാല ദോശയൊക്കെ ആകുമ്പോൾ ചൂടില്ലെങ്കിൽ കൊള്ളത്തില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ കഴിക്കാമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ചായ പരിപാടിയൊക്കെ പകുതി കഴിഞ്ഞു. അപ്പം ഞാൻ അതേ കുളി കഴിഞ്ഞിട്ട് മുടി പോലും ഒന്നും ഇതാക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ തോരൻ്റെ പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പം മണി 8:45 അപ്പം ഇനി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ആപ്പിളിന് ഫുഡ് കൊടുക്കാനായിട്ട്. അത് വാരിയൊക്കെ കൊടുക്കുന്നതുകൊണ്ടേ ഒരുപാട് നേരം പോകും. അത് കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം അതിലോട്ട് പോകാൻ. പിന്നെ ഈ മൈസൂർ എന്താ നിങ്ങൾ പറയണം, നമ്മൾ മൈസൂർ ചീരയില്ലേ, അത് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂമ്പ് മാത്രമല്ല നമ്മൾ എടുക്കുള്ളൂ. അപ്പം അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അയിലയാണ് മേടിച്ചത്. അപ്പം അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. പാമുള്ളനില്ലേ, അതൊക്കെ അരച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വറക്കണം. ഭയങ്കര മഴക്കാറ്. ഇപ്പോൾ തുണിയൊന്നും ഇട്ടിട്ടൊന്നും കാര്യമില്ല. എനിക്ക് നേരത്തെ ചോപ്പർ ഉണ്ടായിരുന്നേ, 2 എണ്ണം ഉണ്ടായി, 2ഉം പോയി. അതാകുമ്പോൾ നമുക്ക് കപ്പങ്ങയൊക്കെ സുഖമായിട്ട് അതിലോട്ട് ഇട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞാക്കി കിട്ടും. അതുകൊണ്ട് കൈ കൊണ്ടാണ് മേടിക്കണം. അതാകുമ്പോൾ ബീറ്റ്റൂട്ടും കപ്പങ്ങയൊക്കെ അരിയാനായിട്ട് നല്ല സുഖമായിരുന്നു. ഞാനിത് അരിയിട്ടേട്ടാ. അപ്പോൾ നമുക്ക് കപ്പങ്ങ അങ്ങോട്ട് തോരൻ വെച്ചേക്കാം. കപ്പങ്ങ പെട്ടെന്നാവും. നമ്മൾ ആവി കയറുമ്പോൾ തന്നെ ഞാൻ നമ്മളിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടേക്കണല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും.
ഉപ്പിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഒരു മീൻ വറക്കാനുണ്ടേ. അപ്പോൾ ഇപ്പം മണി 9 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ മീനും കൂടി വറുത്ത് വെക്കും. എന്നിട്ട് കഴിക്കാറാകുമ്പോൾ ഒന്നും കൂടി ചൂടാക്കി എടുക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മീൻ വറക്കാനിട്ടേച്ച് പെട്ടെന്ന് ധൃതി പിടിച്ച് നന്നായിട്ട് മൊരിയണ്ടേ. അതുകൊണ്ട് അപ്പം ഇതാട്ടാ മീൻ. പാമുള്ളെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ്. എറണാകുളത്തൊക്കെ പറയണ പാമുള്ളൻ എന്നാ പറയണം. ഇവിടെ പറയും, പലരും പലത് പറയണ കേൾക്കാം. ഇവിടെ പറയും പൂത്താലി എന്ന് പറയും. എന്താണ് സീഡിയോ, അങ്ങനെ പല പേരും പറയണ കേൾക്കുന്നുണ്ട്. അപ്പം ഇതും കൂടി ഇട്ടേച്ച് വേണം നമുക്ക് ആപ്പിളിന് ഫുഡ് കൊടുക്കാൻ പോകാനായിട്ട്. നമ്മുടെ മീനൊക്കെ വറക്കാനെത്തുന്നുണ്ട്. നമ്മുടെ കപ്പങ്ങ തോരനൊക്കെയായി. തോരൻ കായതിന് ശേഷം ഇട്ടാൽ ഞാൻ ലാസ്റ്റ് ഇറക്കാറാകുമ്പോൾ മാത്രമേ ഉള്ളൂ തേങ്ങ ഇടത്തുള്ളൂ. ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചക്കുട്ടികളാണ്. രണ്ടുപേരും കിടന്ന് ഉറക്കവും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം.